രാജസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പിടിയിൽ 150 കിലോഗ്രാം അമോണിയം നൈട്രേറ്റുമായി കാർ പിടികൂടി. 2 പേർ കസ്റ്റഡിയിലുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, നമുക്ക് ഡൽഹി ആക്രമണം ഓർമ്മയുണ്ട്. സമാനമായ സാഹചര്യത്തിൽ ഒരു വാഹനം സ്ഫോടക വസ്തുക്കൾ നിറച്ച നിലയിൽ പിടികൂടുക എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. എപ്പോഴാണ് ഈ സംഭവം, എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? രാജസ്ഥാനിലെ ടോങ്കിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. 150 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് വാഹനത്തിന്റെ കാറിന് പിറകിലുള്ള ഡിക്കിയിൽ നിന്നും പിടിച്ചെടുത്തത്. 200 എക്സ്പ്ലോസീവ് ബാറ്ററികളും അതോടൊപ്പം തന്നെ 1100 മീറ്റർ ഫ്യൂസ് വയറുകളും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെയും പേര് സുരേന്ദ്ര എന്നാണ്. ഒരാളുടെ പേര് സുരേന്ദ്ര മോച്ചി എന്നുള്ളതാണ്. അന്വേഷണം ആരംഭിച്ചതായി ടോങ്ക് DSP മൃത്യുഞ്ജയ മിശ്ര വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അമോണിയം നൈട്രേറ്റ് യൂറിയ ബാഗുകളിൽ നിന്നാണ് പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിലും ഈ ഹരിയാന കേന്ദ്രീകരിച്ചുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും അമോണിയം നൈട്രേറ്റ് ആണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുതരമായ ഒരു സുരക്ഷാ വിഷയമാണ് ന്യൂ ഇയറിന്റെ അല്ലെങ്കിൽ പുതുവത്സരത്തിന്റെ തലേന്ന് ഇപ്പോൾ രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. അതീവ ജാഗ്രതയാണ് രാജസ്ഥാനിലുടനീളം ഒരു ന്യൂ ഇയർ ഈവാണ്. സ്വാഭാവികമായും പരിശോധനകൾ കർശനമായിരിക്കും. അങ്ങനെയുള്ള ഒരു തുടർ പരിശോധനയുടെ ഭാഗമായിട്ടാണോ ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്? കൂടുതൽ അലേർട്ടുകൾ നൽകിയിട്ടുണ്ടോ ഇതിന്റെ പശ്ചാത്തലത്തിൽ ബസന്ത്? പോലീസ് നടത്തിയ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് ഈ വസ്തുക്കൾ പിടികൂടിയത്. ഇപ്പോൾ ഈ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക്, ടോങ്കിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലുടനീളം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലാണ് ഒരു വാഹനത്തിൽ 150 കിലോ അമോണിയം നൈട്രേറ്റ് നിറച്ച നിലയിൽ കണ്ടെത്തിയത്. 2 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതുവത്സര തലേന്നാണ്. വലിയ ആഘോഷങ്ങൾക്ക് രാജ്യമെമ്പാടും ഒരുങ്ങുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും വ്യാപകമായ പരിശോധന തുടരുകയുമാണ്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.